നമസ്തേ. രാജ്യാന്തരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഖേൽരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറിനും ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷിനും ഉൾപ്പെടെ 4 പേർക്ക് പുരസ്കാരം. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് അർജുന അവാർഡ്. ഫസൽ ബീമാ യോജന സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണ പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം. അനുമതി നൽകിയത് 800 കോടി രൂപയുടെ പദ്ധതിക്ക്. സൈനികരെ അവഹേളിച്ച മമതാ ബാനർജി. ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്നത് BSF എന്ന് ബംഗാൾ മുഖ്യമന്ത്രി. ബംഗ്ലാദേശിൽ നീതിയും ന്യായവും എവിടെ? ചിന്മയ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളി ചിറ്റഗോങ് കോടതി. സന്യാസിമാരുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. അമേരിക്കയിലെ ന്യൂ ഓർലൻസിലെ ഭീകരാക്രമണം, 15 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറ്റി. വിശദമായ വാർത്തകളിലേക്ക്. സൈന്യത്തെ അവഹേളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അതിർത്തിയിലൂടെ ഭീകരരെ കടത്തിവിടുന്നത് സൈനികരെന്ന മമതയുടെ പരാമർശം. നുഴഞ്ഞുകയറ്റത്തിന് BSF സാഹചര്യം ഒരുക്കുന്നുവെന്നും മമതാ ബാനർജി. മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. സൈന്യത്തെ അവഹേളിച്ചുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ പരാമർശം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സൈന്യമാണ് ഭീകരർക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റൊരു വാർത്ത കൂടി നോക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളുന്നത് ഇത് 3ാം തവണയാണ്. ചിറ്റഗോങ് ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഇതിന് പിന്നിലെ അതേപോലെ മറ്റു വലിയ പ്രതിഷേധങ്ങളും ഇത് സംബന്ധിച്ച് കോടതി പരിസരത്ത് ഉണ്ടായി. ബംഗ്ലാദേശ് പതാകയോട് അനാദരവ് കാട്ടിയെന്ന് ആരോപിച്ചാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ രാജ്യവിരുദ്ധ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇന്ന് കേസ് പരിഗണിച്ച ചിറ്റഗോങ് ഹൈക്കോടതി ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. 39 ദിവസമായി ജയിലിൽ തുടരുന്ന കൃഷ്ണദാസ് പ്രഭുവിന്റെ മോചനം വൈകും എന്ന സന്ദേശമാണ് ഇന്നത്തെ കോടതി വിധി നൽകുന്നത്. ഇസ്ലാമിസ്റ്റുകളുടെ നിർദ്ദേശാനുസരണം കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്നുവെന്ന വിമർശനം ശക്തം. കോടതിക്ക് പുറത്ത് ന്യൂനപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. 63-കാരനായ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനില ജയിലിൽ മോശമാകുന്നുവെന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണമോ മരുന്നോ ജയിലിൽ ലഭിക്കാറില്ലെന്ന് അഭിഭാഷകർ പറഞ്ഞു. അതേസമയം കോടതി വിധി ദുഃഖകരമെന്ന് കൊൽക്കത്ത ഇസ്കോൺ ഉപാധ്യക്ഷൻ രാധാരമൺ ദാസ് പ്രതികരിച്ചു. സന്യാസിമാർക്ക് നീതി ലഭിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇനിയെങ്കിലും ഇടപെടണമെന്ന് इस्कॉन आवश्यकता। ये बहुत दुखद खबर है। हम जानते हैं कि पूरे विश्व की नजर इस हियरिंग पर थी और सभी लोग आशा कर रहे थे कि 9 वर्ष में चिन्मय कृष्ण प्रभु को मुक्ति मिलेगी, वो आजाद होंगे। लेकिन 42 दिन के बाद भी जब ये आज हियरिंग हुई तो उनके बेल को रिजेक्ट कर दिया गया। കഴിഞ്ഞ നവംബർ 25-ന് ചിറ്റഗോങ്ങിലെ വിമാനത്താവളത്തിൽ നിന്നാണ് ആചാര്യ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റ് ഇസ്കോൺ സന്യാസിമാരും ജാമ്യം ലഭിക്കാതെ തടവിൽ തുടരുകയാണ്. ജനം, ഡൽഹി. സൈന്യത്തെ അവഹേളിച്ചുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശം സംബന്ധിച്ചുള്ള വാർത്തയിലേക്കാണ്. നിലവിൽ ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ ചില പ്രതിഷേധങ്ങളും ശക്തമാകുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, സൈന്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന് കാവൽ നിൽക്കുന്ന, രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിർത്തിയിലും സുരക്ഷ നൽകുന്ന സൈന്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട്
അതിർത്തിയിൽ സൈന്യം ഈ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണ് എന്ന പ്രതികരണമാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. നുഴഞ്ഞുകയറ്റക്കാരെയും ഗുണ്ടകളെയും അതിർത്തി കടത്തിവിടുന്നത് BSF ആണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ BSFിനെതിരെ പ്രതിഷേധം നടത്തുമെന്നുള്ള പ്രസ്താവനയാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. അതിർത്തി മേഖലയിലും ഒപ്പം അല്ലാതെയും എല്ലാ തരത്തിലുമുള്ള സുരക്ഷ നൽകുന്ന സൈന്യത്തിനെയാണ് ഇത്തരത്തിൽ അപമാനിക്കുന്ന പ്രസ്താവന മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിനെതിരെ മമതാ ബാനർജി സൈന്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ രോക്ഷം രേഖപ്പെടുത്തുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാരണമായി സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിൽ BSFിന്റെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് BSFിന്റെ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിരുന്നില്ല. അതിൽ വിമുഖത മമതാ ബാനർജി സർക്കാർ കാണിച്ചിരുന്നു. അത് വലിയ വിഷയമായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം സൈന്യത്തിനെതിരെ BSFിനെതിരെ മമതാ ബാനർജി ഉന്നയിച്ചത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സൈന്യത്തിന് യാതൊരു തരത്തിലുമുള്ള സഹായവും സഹകരണവും നൽകാതെ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്തത് എന്നാണ് ബംഗാളിലെ തന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കുടിയേറ്റക്കാർക്ക് അനധികൃതമായി തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ വോട്ടർ ID ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടുണ്ട് എന്നും മമതാ ബാനർജി അവരെ കുടിയേറ്റക്കാരെ ഒരു വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുന്ന എന്ന ആരോപണം ഇതിനു മുൻപും BJP ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ പരിശോധനകൾ നിലവിൽ കേന്ദ്ര ഏജൻസികളും മറ്റ് സുരക്ഷാ ഏജൻസികളും നടത്തിവരികയാണ്. ഡൽഹിയിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് അവർ എത്ര കാലമായി ഭാരതത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികളും പരിശോധനയും ശക്തമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇതെല്ലാം സൈന്യത്തിൻ്റെ കുഴപ്പമാണ് എന്നൊരു പ്രസ്താവന ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിർത്തിയിലൂടെ നിയമവിരുദ്ധമായി ഭാരതത്തിലേക്ക് എത്തിയിട്ടുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് മമതാ സർക്കാർ അനധികൃതമായി വോട്ടർ ID ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയിട്ടുണ്ട് എന്ന ആരോപണവും അത്തരത്തിലുള്ള വസ്തുതകളും നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അതിർത്തിയിൽ ഗുണ്ടകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും സൈന്യം കടത്തിവിടുന്നു, സൈന്യത്തിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന പ്രസ്താവന ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. നേരത്തെയും സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള വിമർശനം മമതാ ബാനർജി നടത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഏജൻസികൾ അതിർത്തി മേഖലകളിലും ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് നോർത്ത് 24 പർഗാനസ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിഘടനവാദ പ്രവർത്തനത്തിനെതിരെ പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സൈന്യം സ്വീകരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സൈന്യത്തിനെതിരെ സുരക്ഷാ ഏജൻസിക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ നേരത്തെയും മമത ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇത് സൈന്യത്തെ ഏറ്റവും മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഏതായാലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. അതിർത്തിയിൽ മുഴുവൻ രാജ്യത്തിനും വേണ്ടി കാവൽ നിൽക്കുന്ന സൈന്യം ഗുണ്ടകളെയും കൊലപാതകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും അതിർത്തിയിലൂടെ കടത്തിവിടുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് കാരണം സൈന്യമാണെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ BSFിനെതിരെ പ്രതിഷേധം നടത്തും എന്നതുമായിരുന്നു മമതയുടെ പ്രസ്താവന. ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനധികൃത നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും മമതാ ബാനർജിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം തന്നെയല്ലേ ഇപ്പോൾ മമതാ ബാനർജി ഈ ഒരു പരാമർശത്തിലൂടെ നടത്തുന്നു എന്നത് വേണ്ടേ കരുതാൻ? വിഷ്ണു, തീർച്ചയായും രാജ്യത്ത് മുഴുവൻ നിലവിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ഇത്രയധികം അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തുണ്ട് എന്നുള്ളത് ഈ പരിശോധന നടത്തുമ്പോൾ കൃത്യമാകുന്നു. ഡൽഹിയിൽ ഇതിനോടകം 30-ലധികം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ 4-5 ദിവസത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര ഏജൻസികൾ ആ പരിശോധന നടത്തുന്നു, വടക്കിഴക്കൻ മേഖലയിൽ നടത്തുന്നു. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിലെത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് എങ്ങനെയാണ് വോട്ടർ ID
വഴിയും ഇത്തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകളും ലഭിച്ചത് എന്ന വലിയ അന്വേഷണത്തിലേക്ക് പോകും. അതോടൊപ്പം ഈ അതിർത്തി മേഖലയിൽ BSFന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ, മമതാ സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകി സൗകര്യം നൽകിയില്ല എന്ന വിവരങ്ങളും പുറത്തുവരും. ഈ വിവരങ്ങൾ പുറത്തുവരികയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുമ്പോഴാണ് വിഷ്ണു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ വിഷയങ്ങളിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മമത നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം സൈന്യത്തിൻ്റെ കുഴപ്പമാണ്, സൈന്യമാണ് അതിർത്തിയിൽ ഈ ഗുണ്ടകളെയും കൊലപാതകികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കടത്തിവിടുന്നതെന്നൊരു വിവാദപരമായ പ്രസ്താവന, സൈന്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന പ്രസ്താവന മമത നടത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ നിലപാടെടുത്തിട്ടുള്ളത്. വിവിധ തരത്തിൽ അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തിയിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാർ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ നശിപ്പിക്കുകയും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക്, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുകയും താമസം നടത്തുകയും അവിടെ വിവിധ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നൽകിയിരുന്നു. നിലവിൽ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി സംസ്ഥാന, കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടപടി സ്വീകരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് മമതാ ബാനർജി ഈ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നത് സൈന്യമാണ് എന്ന വിവാദ പ്രസ്താവന നടത്തിയത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ 4 ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 30-ലധികം അനധികൃത കുടിയേറ്റക്കാരെയാണ് ഡൽഹി പോലീസ് നടത്തുന്ന പരിശോധനയിലായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അറസ്റ്റിലായവരെ ഉടൻ തന്നെ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനയാണ് രാജ്യതലസ്ഥാനത്ത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പോലീസ് നടത്തുന്നത്. ഇന്നത്തെ പരിശോധനയിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇവരെയും നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചതായും സൗത്ത് DCP അങ്കിത് ചൗഹാൻ അറിയിച്ചു. ഇതുവരെ 30-ലധികം ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായിട്ടുണ്ടെന്നും 2 മാസം പ്രത്യേക പരിശോധന തുടരുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഏകോപിപ്പിച്ചുകൊണ്ട് അറസ്റ്റിലായവർക്കെതിരെ നാടുകടത്തൽ നടപടി സ്വീകരിക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധന ആരംഭിച്ചത്. അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഭാരതത്തിലെത്തുന്ന ബംഗ്ലാദേശി പൗരന്മാർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, ഡൽഹി. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 4 താരങ്ങൾക്കാണ് ഇത്തവണ ഖേൽ രത്ന. ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർ ഖേൽ രത്നയ്ക്ക് അർഹരായി. മലയാളി താരം സാജൻ പ്രകാശ് അടക്കം 32 താരങ്ങൾ അർജുന അവാർഡിനും അർഹരായി. പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 4 പേർക്കാണ് ലഭിക്കുക. ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ മനു ഭാക്കറിനും ലോക ചെസ് ചാമ്പ്യൻ D ഗുകേഷിനും ഖേൽരത്നയുണ്ട്. ഇതുകൂടാതെ പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക്സ് താരം പ്രവീൺ കുമാർ എന്നിവരാണ് ഖേൽരത്നയ്ക്ക് അർഹരായത്. മലയാളിയും നീന്തൽ താരവുമായ സജൻ പ്രകാശ് അടക്കം 32 പേർക്കാണ് ഇത്തവണ അർജുന അവാർഡ് ലഭിക്കുക. സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പേരുകൾ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. വരുന്ന ജനുവരി 17-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം വിതരണം ചെയ്യും. സ്പോർട്സ് ഡെസ്ക്, ജനം. ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ജസ്പ്രീത് ബുംറ നയിക്കും. രോഹിത് ശർമ്മ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെയാണ് ബുംറ നായകനാകുന്നത്. ശുഭ്മാൻ ഗില്ലും പ്രസിദ്ധ് കൃഷ്ണയും ടീമിൽ ഇടം നേടി. ISROയുടെ സ്പാഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ചൊവ്വാഴ്ച നടക്കും. സ്പാഡെക്സ് ചേസർ ഉപഗ്രഹം ടാർഗറ്റ് എന്നുള്ള ഉപഗ്രഹത്തിൽ ഡോക്ക് ചെയ്യുന്ന പരീക്ഷണമാണ് നടക്കുന്നത്. രാവിലെ 7 മണിക്കാണ് ഡോക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, വളരെയധികം നിർണായകമായൊരു നിമിഷത്തിനാണ് ഇനി കാത്തിരിക്കുന്നത്. ISROയുടെ നിർണായക ദൗത്യമായ ഡോക്കിംഗ് പരീക്ഷണം അത് ചൊവ്വാഴ്ച നടക്കും. എന്താണ് അതിൻ്റെ മറ്റു വിവരങ്ങൾ?
വിഷ്ണു, തീർച്ചയായും ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ ഡോക്കിംഗ് പരീക്ഷണം നടക്കുമെന്നാണ് ISROയുടെ അറിയിപ്പിൽ പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച ഈ സ്പേഡക്സ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങൾ. ഈ 2 ഉപഗ്രഹങ്ങൾ നിലവിൽ ഭൂമിക്ക് ചുറ്റും 470 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 20 കിലോമീറ്റർ അകലത്തിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 20 കിലോമീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന 2 ഉപഗ്രഹങ്ങളിൽ ചേസർ, അതുപോലെ തന്നെ ടാർഗറ്റ്, അതായത് പ്രധാന ഉപഗ്രഹവും ചേസർ എന്ന് പറയുന്ന അതിനെ പിന്തുടരുന്ന ഉപഗ്രഹവുമുണ്ട്. ഈ പിന്തുടരുന്ന ഉപഗ്രഹത്തിന്റെ അകലം 20 കിലോമീറ്റർ എന്നുള്ളത് കുറച്ചു കൊണ്ടുവന്ന് സ്വാഭാവികമായും ഈ ടാർഗറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ഡോക്കിംഗ് പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രാവിലെ 7 മണിക്കായിരിക്കും നടക്കുക. 20 കിലോമീറ്റർ എന്ന അകലം ക്രമേണ കുറച്ച് അത് 10ഉം 5ഉം 3 കിലോമീറ്റർ, അവസാനം 3 മീറ്ററിലെത്തിയതിനു ശേഷം ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ സംവിധാനങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ പരസ്പരം ആന്തരികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായതിനു ശേഷം കൃത്യമായി ഡോക്കിംഗ് നടത്തുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം സാധൂകരിക്കുന്നതോടുകൂടി ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് നടക്കുക. നമുക്കറിയാവുന്നതാണ്, സ്പേസ് സ്റ്റേഷൻ, ഭാരതത്തിന്റെ തനത് സ്പേസ് സ്റ്റേഷൻ രൂപീകരിക്കാനുള്ള ഒരു നീക്കങ്ങൾ ഭാരതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്പേസ് സ്റ്റേഷന്റെ ഘടകങ്ങളെല്ലാം തന്നെ പല ഘടകങ്ങളായി ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുന്ന ഒരു പദ്ധതിയാണുള്ളത്. അതുപോലെ തന്നെ നിരവധിയായ പദ്ധതികളുണ്ട്. അതിൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്പേസ് ക്യാപ്സ്യൂൾ ഡോക്ക് ചെയ്യുന്നതും അതുപോലെ നിരവധിയായ സംവിധാനങ്ങൾ ഡോക്ക് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും അത് ഡിറ്റാച്ച് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി ഭൂമിയിൽ നിന്ന് ടെലിമെട്രിക് കൺട്രോൾ വഴി നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ് ജനുവരി 7 രാവിലെ 7 മണിക്ക് നടക്കുക. തീർച്ചയായും അത് വിജയകരമാകുന്നതോടുകൂടി ഭാരതത്തിന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ എന്ന വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ ന്യൂ ഓർലൻസിലെ ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറ്റിയാണ് ആക്രമണമുണ്ടായത്. ടെക്സാസ് സ്വദേശി ഷംസുദ്ദീൻ ജബ്ബാറാണ് ആക്രമിയെന്ന് പറയുന്നു. നിരവധി പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അക്രമം നടത്തിയത് ഇയാൾ തനിച്ചല്ലെന്നാണ് FBI ആരോപിക്കുന്നത്. അക്രമിയുടെ കാറിൽ നിന്നും IS പതാക കണ്ടെത്തിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്കിടെ നടന്ന ആക്രമണത്തിൽ ഇതുവരെ 15-ലേറെ പേർ കൊല്ലപ്പെട്ടു. 35 പേർക്ക് പരിക്കുണ്ട്. ഓർലൻസിലെ ബോർബോൺ തെരുവിൽ ആളുകൾക്കിടയിലേക്ക് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ നിരവധി പേർ മരിച്ചു. ആക്രമിയുടെ കാറിൽ നിന്നും IS പതാക കണ്ടെത്തിയിട്ടുണ്ട്. ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാറാണ് ആക്രമണം നടത്തിയത്. വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചു. ആക്രമണം നടത്തിയത് ഇയാൾ തനിച്ചല്ലെന്നും FBI സൂചിപ്പിക്കുന്നുണ്ട്. US മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇയാൾ. അഫ്ഗാനിസ്ഥാനിലും മറ്റ് IS കേന്ദ്രങ്ങളിലും ഇയാൾ ഔദ്യോഗിക സേവനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. സൈന്യത്തിലെ മനുഷ്യവിഭവശേഷി വിഭാഗത്തിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വൻതോതിൽ ആക്രമണങ്ങൾ നടത്താൻ IS ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ലാസ് വേഗാസിൽ ട്രംപ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ടെസ്ല ഉടമസ്ഥൻ ഇലോൺ മസ്ക് അറിയിച്ചു. സംഭവത്തിന് ന്യൂ ഓർലിയൻസ് ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ലാസ് വേഗസിലെ ഹോട്ടലിന് മുന്നിൽ ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ട്രക്കിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഇന്ധന ക്യാനുകളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിൽ ട്രക്ക് ഡ്രൈവർ മരിച്ചു. 7 പേർക്ക് പരിക്കുണ്ട്. കൊളറാഡോയിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനം ബുധനാഴ്ച രാവിലെയാണ് ഹോട്ടലിന് മുന്നിലെത്തിയത്. കുറച്ചു സമയത്തിനകം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഓൺലൈൻ സ്ഫോടനവുമായി സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ. ആക്രമണം ഭീകരപ്രവർത്തനമെന്ന സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഒർലാൻഡിലെയും ലാസ് വേഗസിലെയും സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ ട്യൂറോ എന്ന കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ്. കാർ വാടകയ്ക്ക് നൽകുന്ന ആപ്പധിഷ്ഠിത കമ്പനിയാണ് ട്യൂറോ. ആക്രമണം നടത്തിയ 2 പേർക്കും ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറും. നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്ര ശ്രമങ്ങളാണ് ഫലം കാണുന്നത്. പാക് പൗരനായ ഇയാൾ നിലവിൽ അമേരിക്കയിൽ ജയിലിലാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് അയക്കാൻ
US കോടതിയാണ് ഉത്തരവിട്ടത്. കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. റാണയെ വിട്ടു നൽകുന്നതിനായി നയതന്ത്ര തലത്തിൽ വലിയ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി. 2009 US പോലീസ് അറസ്റ്റ് ചെയ്ത റാണയെ 2011 ഷിക്കാഗോ കോടതി ശിക്ഷിച്ചിരുന്നു. വിവിധ കോടതികളിൽ ഇയാൾ സമർപ്പിച്ച ഹർജികൾ തള്ളിയത് ഭാരതത്തിന് ഗുണമായി. കൊടും ഭീകരനായ തഹാവൂർ ഹുസൈൻ റാണയുടെ ജനനം പാകിസ്ഥാനിലെ സഹിവാളിലാണ്. പാക് പട്ടാളത്തിൽ ഡോക്ടറായി ജോലി ചെയ്ത ഇയാൾ പിന്നീട് കാനഡയിലേക്ക് കുടിയേറി. അവിടെ നിന്നാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇയാളെ കാനഡയിലേക്ക് എത്തിച്ച് സംരക്ഷിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കാനഡയുടെ ഇത്തരം നീക്കങ്ങളെ തടഞ്ഞ ഭാരതം റാണയെ കൈമാറാൻ US-മായി ധാരണയിലെത്തുകയായിരുന്നു. ജനം, ഡൽഹി. UP സംബാലിലെ മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. സർവേ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഉത്തർപ്രദേശിൽ സംബൽ ജമാ മസ്ജിദ് ഹരിഹർ കേസിലാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സംബൽ ചന്ദൌസി കോടതിയിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള കേസ് സംബലിൽ ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മുഗൾ കാലഘട്ടത്തിൽ ജമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഈ മസ്ജിദിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആരാധനയ്ക്ക് അവകാശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ അർജിയാണ് കോടതിക്ക് മുൻപിലുള്ളത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് മസ്ജിദിൽ ഒരു സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു. ആ സർവേ നടത്താനെത്തിയ അഭിഭാഷക കമ്മീഷനെ കഴിഞ്ഞ നവംബറിൽ മസ്ജിദിൽ തടഞ്ഞത് ആ മേഖലയിൽ വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. കടകളും വീടുകളും അടിച്ചു തകർക്കുകയും തീവെക്കുന്ന വലിയ കലാപത്തിലേക്ക് അവിടെ പോവുകയുണ്ടായി. പിന്നീട് UP പോലീസ് സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചത്. ആ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇതിനോടകം നിയോഗിച്ചിരുന്നു. സംഘർഷത്തിന് ശേഷം അഭിഭാഷക കമ്മീഷൻ മസ്ജിദിൽ പ്രവേശിക്കുകയും അവിടെ സർവേ നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. ആ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സർവേ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഈ മസ്ജിദിനകത്ത് നടത്തിയിട്ടുള്ള സർവേയിൽ എന്തെല്ലാം കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുണ്ടാകും. അത് കോടതി നടപടികളിലൂടെ ഉടൻ പുറത്തുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റു. പട്നയിലെ രാജ്ഭവനിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും മറ്റ് മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ബീഹാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മലയാളിയായ K. വിനോദ് ചന്ദ്രനാണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ചരിത്രസമ്പന്നമായ സംസ്ഥാനമാണ് ബീഹാർ എന്ന് ചുമതലയേറ്റ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. पहले दिन भी कहा, फिर दोहरा रहा हूं, बिहार का बहुत ही शानदार गौरवशाली इतिहास है और बिहार के अंदर जबरदस्त क्षमता है। बिहार के लोगों में, बिहार के लोगों को गौर करिए तो पूरे देश की व्यवस्था चला रहे हैं, तो ये जबरदस्त क्षमता है। और बिहार मतलब यहाँ के लोगों में ये क्षमता है कि बहुत आगे जाएगा बिहार। जो देश आगे जाएगा, बिहार भी आगे जाएगा. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.